ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസം റെഡ് അലേർട്ട്. അതിനെ വകഭേദിച്ച് വേണം ഞങ്ങൾക്ക് ഇന്ന് കടലിൽ പണിക്ക് പോകാൻ. കൂരിരുട്ടാണ്, വെളുപ്പിനെയാണ് ഞങ്ങൾ പണിക്ക് പോകുന്നത് തന്നെ. എല്ലാവരും ക്ഷീണം കാരണം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കഥ പറയുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും അവസ്ഥയെന്ന് പറയുന്നത്. കേരളത്തിൽ റെഡ് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കള്ളക്കടൽ പ്രതിഭാസം. ഞങ്ങളുടെ ഓരോ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഞാൻ 3 ഭാഗമായിട്ട് എഡിറ്റ് ചെയ്താണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇരുട്ട് കണ്ടില്ലേ? ചില ആൾക്കാർ ക്ഷീണം കാരണം ഉറക്കമാണ്. ബാക്കിയുള്ള ആൾക്കാർ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പും കഥകൾ പറച്ചിലും. നേരം പുലർന്നു വന്നു, എല്ലാവരും എണീറ്റിരുന്ന് കഥകൾ പറയുന്നു. എന്നാലും ചില ആൾക്കാർ ഉറക്കമാണ്. ഞങ്ങളുടെ സ്റ്റോപ്പട്ടിക്കാരൻ അരി കഴുകിയിടുന്നു. ഉച്ചയ്ക്കുള്ള ചോറ് റെഡിയാക്കുകയാണ്. പണിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ മീനുമായിട്ട് അഴിക്ക് ഹാർബറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടത്. കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നല്ല ആയിപ്പും നല്ല രീതിയിൽ കടൽ പൊങ്ങി വരികയും ചെയ്യും. വള്ളങ്ങളെല്ലാം ഓടി ഇറങ്ങുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് കാണാം. കടലിൻ്റെ ലക്ഷണം കണ്ടേ മാറി വരുന്നത്. അഴീക്ക് ഹാർബർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ വള്ളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ലൈറ്റ് ഹൗസും അങ്ങ് പാലവും കാണാം. കടലിൻ്റെ ലക്ഷണം കണ്ടോ? നല്ല രീതിയിൽ ആയിപ്പുണ്ട്. കടൽ പൊങ്ങി പൊങ്ങി വരികയാണ്. കണ്ടോ? കടലിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഭയക്കില്ല. കാരണം ഞങ്ങൾക്ക് ജീവിതമാണ് കടലെന്ന് പറയുന്നത്. അതാണ് ലൈറ്റ് ഹൗസ്, അത് അഴീക്ക് പാലവും. ഞങ്ങൾ അയിലയും തിരിയാനുമായിട്ടാണ് ഞങ്ങൾ ഹാർബറിൽ ലക്ഷ്യമാക്കി പോകുന്നത് തന്നെ. അതാണ് അഴീക്ക് പാലം. ആ പാലം ഇറങ്ങി വേണം ഞങ്ങൾക്ക് കരയ്ക്കെത്താൻ. കിട്ടിയ മീൻ കൊണ്ട് കാശാക്കണമെങ്കിൽ ആ പാലം ഇറങ്ങണം. അത് ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് തന്നെ. കള്ളക്കടൽ പ്രതിഭാസവും അതും വകഭേദിച്ചുകൊണ്ട് ഞങ്ങൾ അഴീക്ക് മുട്ടിറങ്ങുകയാണ്. ഇനി ഹാർബറിലെ മീൻ കച്ചവടമാണ്. അത് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ക്ഷമിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.